ഏത് കുസീനെടുത്ത് നോക്കിയാലും അവരുടെ റീജിയത്തിൻ്റെ സീസണലായിട്ടുള്ള ഒരു റെസിപ്പി കാണാം. ഇന്ന് ഞാൻ അതേമാതിരി ചെയ്യാൻ പോണത് മാമ്പഴ പുളിശ്ശേരി, കേരളത്തിൻ്റെ മാമ്പഴ പുളിശ്ശേരി. ഇന്ന് സുധാമേനും കുറേ കാലമായി വിചാരിക്കുന്ന ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ. എനിക്കതിന് തക്കതായ മാമ്പഴം കിട്ടിയപ്പോഴാണ് ഞാൻ ചെയ്യണം കേട്ടോ. ഇതിലൊരു 8 എണ്ണമുണ്ട്. ഇതാണ് മാമ്പഴം വയ്ക്കാൻ പറ്റിയ, മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ പറ്റിയ മാങ്ങ. എപ്പോഴും വലിയ മാങ്ങയെക്കാട്ടും ചെറിയ മാങ്ങയാണ് നല്ലത്. അപ്പോൾ ഞാനിതിലേക്കിപ്പോൾ ഒരു 8 മാങ്ങ എടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ഞാൻ പറഞ്ഞെങ്കിൽ 1 ഇടുന്നുള്ളൂ. ഒരു 2 എണ്ണം ഇട്ടളയല്ലേ ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം ഇത് പോരാ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. കുറച്ച് മുളക് പൊടി. ചിലവർ മുളക് പൊടി ചേർക്കാണ്ട് മുഴുവൻ പച്ചമുളക് ഇട്ടിട്ട് അരയ്ക്കണതാണ്. എനിക്ക് കളർ ഇതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. മാങ്ങ കുറച്ചെങ്കിലും മൂവി കിടക്കുന്നത്ര വെള്ളം വേണം. ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്തു. ഇനിയാണ് ഞാൻ ഇതിനെ ഓൺ ചെയ്യാൻ പോകുന്നത്. ഓൺ ചെയ്തു. എന്നിട്ട് ഞാനിതിനെ ഒന്ന് അരച്ച് വെക്കുക. ഇപ്പം ഞാനിതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല ഒരു 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയുടെ മുറിയായിരുന്നു. മുറി എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ്. അതിലത്തെ 3/4 ഭാഗം എടുത്തു. ഞാൻ 2 ചെറിയ ഉള്ളി വെക്കുന്നുണ്ട്. എല്ലാവരും ഉള്ളി ചേർക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത് ചേർത്തപ്പോൾ ടേസ്റ്റ് കണ്ടുകൊണ്ട് ഞാൻ 2 ചെറിയ ഉള്ളി ചേർക്കുന്നു. കുറച്ച് ജീരകം. ഇതും കൂടി വെച്ചിട്ട് ഈ തേങ്ങ ഞാൻ നന്നായി അരയ്ക്കാൻ പോകുന്നു മിക്സിയിൽ. ഇപ്പം ഞാൻ ഈ മാമ്പഴം ഒന്ന് തുറന്നു, എല്ലാം ഒന്ന് മറിച്ചിട്ടു കേട്ടോ. ഇത് ഒന്നും കൂടി നന്നായി ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും ഞാൻ അരച്ചതും കൊണ്ടുവരാം. ഇപ്പോൾ എൻ്റെ മാങ്ങാപ്പഴമൊക്കെ വെന്തു. ഞാൻ ഈ അരച്ചത് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നു. വേണ്ടവർക്ക് ഇതിൻ്റെ മധുരം പോരാന്ന് തോന്നിയാൽ ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്യുക. പക്ഷേ എനിക്ക് ഈ മാങ്ങ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ മധുരം ചേർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഇത് ഈ കറി ഇതിൽ എരിവെല്ലാം നല്ല പാകമാണ്. പിന്നെ അതേമാതിരി തന്നെ ഇനി എനിക്ക് മധുരം ഇടാൻ താല്പര്യമില്ല. എന്താ വെച്ചാൽ മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇത് നല്ല മധുരമുള്ളൊരു മാങ്ങയാണ്. ഇത് ശരിക്ക് എന്താണ് ഈ പിഴിഞ്ഞു കുടിക്കുന്ന മാങ്ങ എന്ന് പറയുന്നത് ചാറുകുടിയൻ മാങ്ങ എന്നാണ് പറയുന്നത്. ഇത് ശരിക്ക് ഈ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ നല്ല ഒരു മാങ്ങയാണ്. ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ട് എനിക്ക് തൈര് ആഡ് ചെയ്യണം. ഇപ്പം ഞാനിതിലേക്ക് ഓഫ് ചെയ്ത ശേഷം തൈര് ആഡ് ചെയ്യാണ്. എപ്പോഴും മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇത് ഓഫ് ചെയ്ത ശേഷം തിളച്ചുകൊണ്ട് ഇരിക്കുന്നതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ നല്ല പുളി ഉണ്ടെങ്കിൽ തൈര് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണേ ആഡ് ചെയ്യും. ഇത് കുറച്ച് പുളിയുണ്ട് തൈര്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണായിട്ട് ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാവരും എത്തുന്നമായി ഇളക്കുക. ഇനി ഇതിനെ നമ്മൾ അടച്ച് വയ്ക്കുക. ഇനി ഞാനിതിലേക്ക് വറുത്തിടാൻ പോകാം കേട്ടോ. ഇപ്പം ഞാൻ ഈ കറിയിലേക്ക് വറുത്തിടാൻ പോവാണ്. വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മുളക്, കടുക് കണ്ടോളൂ, കറിവേപ്പില കേട്ടോ. കൂടെ തന്നെ 2 മണി ഉലുവ. ഇങ്ങനെ മോരൊഴിച്ച കറികൾക്കൊക്കെ ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ ഉലുവ ചേർക്കുന്നത് നല്ലതാണ്. ഒന്ന് പൊട്ടിക്കഴിയട്ടെ. ഇപ്പം ഞാനിതിനെ ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ എൻ്റെ മാമ്പഴ പുളിശ്ശേരി അതിഗംഭീരമാണ് ഇന്നത്തെ.
എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും. നിങ്ങളെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാലും ഞാൻ എൻ്റെ വേ ഓഫ് മെമോ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഈ കാലത്ത് മാമ്പഴ പുളിശ്ശേരി ഇത് നല്ല പട്ടേരിച്ചോറ്, ചാമ്പേരിച്ചോറ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിനെ ഇനി എൻ്റെ പാത്രത്തിലൊന്ന് ആക്കട്ടെ കേട്ടോ. ഇപ്പോൾ എൻ്റെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക എന്ന് എൻ്റെ അറിവിൽ ഞാൻ ചെയ്തു. ചിലവരിതിൽ ഉള്ളിയിലും ചെറിയ ഉള്ളി, തേങ്ങ, ജീരകം എല്ലാം ചേർക്കുന്നതാണ് സാധാരണഗതിയിൽ. ചിലവർ കടുകിടാറുണ്ട് അരയ്ക്കുമ്പോൾ, അപ്പോൾ പച്ചടിയാവും. ഞാൻ കണ്ടിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരി എൻ്റെ ടേസ്റ്റിൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണേ. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും എങ്ങനെയാണെന്ന് എനിക്ക് കമൻറ്റ് തരിക. So see you in the next video with a wonderful recipe. It's bye from Sudha Menon. Please subscribe and share my video. Bye.